14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം. ജ്ഞാനങ്ങളിൽ പരമോത്തമം പരമാത്മജ്ഞാനം ഞാൻ ഉരചെയ്യാം പുനഃപുനപരന്തവ. മുനിമാരെ സംസാരസാഗര ജനിമൃതി ഭയഗതാഗത ക്ലേശമുക്തരാക്കുന്ന ആത്മജ്ഞാനം ഞാൻ ഇനിയും ഉരചെയ്യാം സഖേ കുന്തിപുത്ര പാണ്ഡവ ഭാരത പാണ്ഡുനന്ദന. പരമാത്മജ്ഞാനബലത്താൽ പരമപദം ചേർന്നവർ പുനർജനിക്കുന്നില്ല സൃഷ്ടിയിൽ, നാശദുഃഖത്താൽ വിലപിക്കുന്നില്ല ലയത്തിലും. ജനിമൃതി ഭയ ഗതാഗത ക്ലേശമുക്തരവർ സഖേ പാണ്ഡുപുത്ര കുന്തിപുത്ര പരന്തവ. മഹദ്ബ്രഹ്മമാം മമയോനിയിൽ സൃഷ്ടിബീജം ഇടുന്നു ഞാൻ ഭാരത. പ്രകൃതി പുരുഷ സംയോഗം പരന്തവ സകല ഭൂത സൃഷ്ടിക്കും കാരണം. ഭൂതങ്ങളെല്ലാം യോനിജങ്ങൾ പരന്തവ. മഹദ്ബ്രഹ്മമാം മൂലപ്രകൃതി മാതാവും ബീജദാതാവായ ഞാൻ പിതാവും ധനഞ്ജയ. പ്രകൃതി പുരുഷ സംയോഗജന്യം സർവഭൂതങ്ങളും പാണ്ഡവ പാണ്ഡുപുത്ര ധനുർധര. ഭൗതിക പ്രകൃതിജന്യമാം സത്വരജസ്തമോ ഗുണത്രയം അനശ്വരനാം ദേഹിയെ ബലമായി നശ്വരമാം ദേഹത്തിൽ ബന്ധിക്കുന്നു പരന്തവ. ഗുണത്രയങ്ങളിൽ നിർമ്മലത്വം കൊണ്ട് സ്വയം പ്രഭാപൂരിതം ശോകരഹിതമാം സത്വം പരന്തവ. ജ്ഞാനത്തിലും സുഖത്തിലും ആകൃഷ്ടമായത് ക്ഷേത്രജ്ഞനെ തന്നെ ബന്ധിച്ചിടുന്നു പരന്തവ പാണ്ഡവ ഭരതർഷഭാധനഞ്ജയ. സംഘത്തിൽ നിന്നും തൃഷ്ണയിൽ നിന്നും രാഗസ്വരൂപമാം രജോ ഗുണോത്ഭവം കർമ്മങ്ങൾ കൊണ്ടും ആസക്തി കൊണ്ടും ആത്മാവിനെ തന്നെ ബന്ധിച്ചിടും. അത് അജ്ഞാനാന്ധകാരത്തിൽ നിന്നുദിക്കും തമോ ഗുണം വിതക്കും വിഭ്രമം മൂഢർക്ക് പരന്തവ. പ്രമാദാലസനിദ്രാദികൾ കൊണ്ട് തമസ് മൂഢരെ ബന്ധിക്കും ധനഞ്ജയ പാണ്ഡവ. സത്വഗുണം സുഖത്തിൽ ആസക്തി നൽകിടും ഭാരത. രജോ ഗുണം സഫലകർമ്മത്തിലേക്ക് നയിച്ചിടും. തമോ ഗുണവും ജ്ഞാനമാകെ മറച്ചു വെക്കും ദൃഢം. പിന്നെ ഗാഠമായി മൂഢതയിലും ബന്ധിച്ചിടും. അത് സഖേ ഭാരതശ്രേഷ്ഠ കൗരവശ്രേഷ്ഠ ഭരതർഷഭ. രജോ തമ ഗുണങ്ങളെ താഴ്ത്തി സത്വം ജയിച്ചിടും. തഥാ സത്വ തമസുകൾ കീഴ്ത്തി രജസ് വർത്തിച്ചിടും. സത്വരജസ്സുകൾ വീഴ്ത്തി തമസും ശോഭിച്ചിടും. ഇരുഗുണങ്ങളെ തോൽപ്പിച്ച് മൂന്നാമൻ വാഴുന്നു പരന്തവ ഭാരത കൗരവശ്രേഷ്ഠ ധനഞ്ജയ ഫൽഗുന. നവദ്വാരങ്ങളെല്ലാം ജ്ഞാനപ്രഭാപൂരിതമായിടുന്നു. ഇന്ദ്രിയ മനോബുദ്ധികൾ ജ്ഞാനത്താൽ പ്രകാശിച്ചിടുന്നു. ജ്ഞാനപ്രകാശം സത്വഗുണം പരത്തിടുമ്പോൾ ഭാരതശ്രേഷ്ഠ ഗുരുവര ശ്വേതവാഹന ധനഞ്ജയ. അത്യാർത്തിവൃത്തി ഫലേച്ച കർമാരംഭം അശാന്തി വിഷയഭോഗാസക്തി കൂടിയിടും. ഇവയെല്ലാം സത്വഗുണത്തെ കീർത്തി രജസ് കൂടിയിടുമ്പോൾ ഭരതർഷഭ. അവിവേകം അലസത പിഴച്ച വാക്കുവൃത്തി വ്യാമോഹമാണ്ട് നിദ്ര പൂണ്ട് തേജസ്സറ്റ് വെളിവറ്റ് കിടപ്പുമർത്യൻ ഗുരുനന്ദന. തമോ ഗുണം മൂത്ത് ത്രസിച്ചിടുമ്പോൾ സാത്വികർ മരിക്കുമ്പോൾ ആത്മജ്ഞാനികൾക്കായുള്ള പരമപരിശുദ്ധമാം പരംധാമത്തിലെത്തിടും ധനഞ്ജയ. രജോ ഗുണം പെരുത്തവർ മരിച്ചിടുമ്പോൾ കർമാസക്തരിൽ പുനർജനിച്ചിടുന്നു പരന്തവ. തമോ ഗുണം മൂത്ത് ചത്തുപോകുമ്പോൾ പുനർ പക്ഷിമൃഗാദി തല മൂഢരിൽ ജനിച്ചിടും ധനഞ്ജയ. സുഹൃതകർമ്മത്തിൻ ഫലം സാത്വികം പരിശുദ്ധം. രജോ ഗുണത്തിൻ ഫലം ശോകവും അശാന്തിയും. തമോ ഗുണത്തിൻ ഫലം അജ്ഞാനാന്ധകാരവും ആണ് പരന്തവ. ഇന്ദ്രരൂപ കുരുവര ഭാരത ഭരതർഷഭ. സത്വഗുണത്തിൽ വിജ്ഞാനം വളരുന്നു.
രജോ ഗുണമോ ലോഭം മായാമോഹമയം. തമോ ഗുണത്തിൽ അജ്ഞാനം വിലസുന്നു. പ്രമാദം അലസത മൂഢത വ്യാമോഹങ്ങളൊപ്പം ഭവിക്കുന്നു. സത്വഗുണവാന്മാർ വിജ്ഞാനസമ്പത്താൽ ഊർധ്വലോകം പൂണ്ട് പരംധാമത്തിലെത്തിടും. രാഗസ്വരൂപരാം രാജസർ കർമ്മഫലാസക്തി സംഗമചിത്തരായി മധ്യേ വർത്തിച്ചിടും. താമസർ അത്യന്തമാം അന്ധകാരം മൂലം നിന്ദ്യമാം കുൽസിത വൃത്തികൾ ചെയ്തിട്ട് പാപകർത്തത്തിൽ താഴോട്ട് വീണിടും. സഖേ പാർത്ത പരന്തവ പാണ്ഡവ. ത്രിഗുണങ്ങൾ മാത്രം കർമ്മകാരകനെന്ന് അറിയുന്ന ഭക്തൻ ത്രിഗുണാതീതം ആത്മാവ് എന്ന് അറിയുന്നു ധനഞ്ജയ. പരമാത്മജ്ഞാനിയാം ആ ഭക്തൻ പരംധാമത്തിൽ എത്തി പരമാത്മപദം പ്രാപിച്ചിടും പരന്തവ. ദേഹോൽപത്തിക്ക് കാരണം ഗുണത്രയം, കർമ്മകാരകനും അത് തന്നെ ധനഞ്ജയ. ദേഹി ഗുണത്രയാതീതനായി ഭവിച്ചിടിൽ ജരാവാർദ്ധക്യ ജനിമൃതിഭയ ദുഃഖമില്ലാതെയാം അനശ്വരമാം പരം ധാമവും പുൽകിടാം. ത്രിഗുണങ്ങൾ കടന്നവർക്ക് എന്തടയാളം മഹാപ്രഭോ? ത്രിഗുണാതീതന്റെ ആചാരാനുഷ്ഠാനങ്ങളും ഗുണത്രയാതീതൻ ആകുന്നത് എങ്ങനെ ഇത്യാദി സവിസ്തരം വര ചെയ്തു തരണം പരമ്പുമാൻ പരാവരൻ ജഗന്നിവാസൻ കൃഷ്ണൻ. ഗുണത്രയ ചിഹ്നങ്ങൾ ജ്ഞാനപ്രകാശം, പ്രവൃത്തി, പ്രലോഭനം ഇത്യാദി പരന്തവ. അവയുള്ളപ്പോൾ വേണ്ടെന്ന് വെറുക്കലോ ഇല്ലായിൽ ഉണ്ടാകാൻ ആശ വെക്കലോ ഉഭയവുമില്ലാത്തോൻ ത്രിഗുണാതീതൻ ധനഞ്ജയ. ഉദാസീനചിത്തനായി ഒന്നിലുമങ്ങ് ഇംഗിതമില്ലാതെ വാസനകളിൽ സാക്ഷി മാത്രമായി അചഞ്ചലചിത്തനായി പ്രകൃതിജന്യമാം മായാഗുണങ്ങൾ സദാ വർത്തിക്കുന്നത് എന്നറിയുന്നവൻ സ്ഥിരചിത്തൻ ഭക്തൻ ഗുണത്രയാതീതനാണവൻ. പാണ്ഡവ ഫൽഗുന കൗരവ ശ്രേഷ്ഠാധനുർധര. സുഖദുഃഖ സമചിത്തൻ സ്വസ്ഥൻ, കല്ലിലും കാഞ്ചനത്തിലും മണ്ണിലും സമൻ, പ്രിയാപ്രിയരിൽ സമൻ ധീരൻ, സ്തുതി നിന്നയിലും തുല്യൻ, ത്രിഗുണാതീതനായവൻ സഖേ കൃഷ്ണപ്രിയ കൃഷ്ണസാരഥി സവ്യസാചീ ധനുർധര. മാനാപമാനങ്ങളിൽ തുല്യൻ, ശത്രുമിത്രങ്ങളിൽ സമൻ, സർവസംരംഭങ്ങളും വിട്ടോൻ, ഭക്തൻ ഗുണത്രയ ജേതാവായവൻ സഖേ പാർത്ത ധനഞ്ജയ ഫൽഗുന ധനുർധര. വഴിതെറ്റാത്ത ഭക്തിയോഗത്താൽ എന്നെ പൂജിക്കുന്നവരൊക്കെയും ഗുണത്രയങ്ങൾ മൂന്നും താണ്ടി പരന്താമത്തിലെത്തും സഖേ ഭാരത വാസവനന്ദന പരന്തവ. ബ്രഹ്മം പരബ്രഹ്മം പരമാത്മൻ അനശ്വരൻ അവ്യൻ പരം നിദാനം, ശാശ്വതൻ സനാതനധർമ്മസ്വരൂപൻ പരം പരമാനന്ദമൂർത്തിയാൻ സഖേ ഇന്ദ്രാത്മജ ഗാന്ധീവതാരി ധനുർധര പാണ്ഡവ പാണ്ഡുനന്ദന.